സ്ഥാനാർത്ഥി നിർണയത്തിൽ 24 മണിക്കൂർ വൈകിയത് എന്തുകൊണ്ടാണ് എന്ന മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് വളരെ കടുപ്പമേറിയ ഭാഷയിലാണ് വി.ഡി. സതീശൻ മറുപടി നൽകിയത്. സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാന് പെട്ടെന്ന് സുഖമില്ലാത്തതും അദ്ദേഹം ഡയാലിസിസിന് വിധേയമായതുമാണ് ചർച്ചകൾ വൈകാൻ കാരണമായതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുമുണ്ട്. പച്ച മലയാളത്തിൽ ഈ കാര്യം പലതവണ പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും ഒരേ ചോദ്യം ചോദിക്കുന്നതിന് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട് എന്നും അദ്ദേഹം ആരോപിച്ചു. കോൺഗ്രസിനുള്ളിൽ വലിയ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ ചില മാധ്യമങ്ങൾ ബോധപൂർവം ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. കോൺഗ്രസ് അധ്യക്ഷന്റെ വീട്ടിൽ പോയി ചർച്ച നടത്തിയത് വലിയ വാർത്തയാക്കുന്നതിനെയും അദ്ദേഹം ചോദ്യം ചെയ്തു. നേതാക്കൾ തമ്മിൽ എവിടെയിരുന്നും ചർച്ച നടത്താമെന്നും അതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. 3 ദിവസം ഡൽഹിയിൽ ചെലവഴിച്ചു എന്നത് വലിയ കാര്യമായി കാണേണ്ടതില്ല എന്നും മുൻകാലങ്ങളിൽ ആഴ്ചകളോളം ചർച്ചകൾ നീണ്ടുപോകാറുണ്ടായിരുന്നു എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കെ സുധാകരൻ പാർട്ടിയുടെ സമുന്നതനായ നേതാവാണെന്നും അദ്ദേഹം ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ലെന്നും സതീശൻ ഉറപ്പിച്ചു പറയുന്നുമുണ്ട്. സർക്കാരിനെ സഹായിക്കാനും കോൺഗ്രസിനെ മോശമായി ചിത്രീകരിക്കാനും വേണ്ടിയാണ് ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ കോൺഗ്രസ് ക്യാമ്പിൽ വലിയ പൊട്ടിത്തെറികൾ നടക്കുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകളെ തന്റെ തനതായ ശൈലിയിലും അദ്ദേഹം പരിഹസിച്ചു. AICC ഓഫീസിലെ തിരക്കിട്ട ചർച്ചകൾക്ക് ശേഷം പുറത്തു വന്ന സതീശൻ വരാനിരിക്കുന്ന പോരാട്ടത്തിന് UDF എത്രത്തോളം സജ്ജമാണെന്ന് വ്യക്തമായ സൂചനയും നൽകുന്നുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാന കാര്യം, കോൺഗ്രസ് ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിലെടുത്ത തീരുമാനമാണ് ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയം. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഒട്ടും വൈകിയിട്ടില്ലെന്നും CPM-ന്റെ പട്ടിക പോലും പൂർണ്ണമാക്കിയിട്ടില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. ഒരു സീറ്റിൽ തന്നെ ഒന്നിലധികം അർഹരായവർ ഉണ്ടാകുമ്പോൾ ഒരാളെ മാത്രമേ തെരഞ്ഞെടുക്കാൻ സാധിക്കൂ എന്ന പരിമിതിയുണ്ട്. സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തവർക്ക് സ്വാഭാവികമായും വിഷമമുണ്ടാകാമെന്നും അവരെ നേരിട്ട് കണ്ട് സംസാരിക്കുമെന്നും പാർട്ടിയുടെ സംരക്ഷണം അവർക്ക് ഉറപ്പാക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി. എന്തായാലും അദ്ദേഹത്തിന്റെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇനി എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം, കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഇത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി നിർണയം നടന്നിട്ടുണ്ടോ? നിങ്ങളതൊക്കെ ഒന്ന് പറയണം. കാരണം വാർത്തകൾ തന്നെ വേറെയാണ്, ഭയങ്കരമായിട്ട് വൈകുന്നു, മറ്റതാണ് മറിച്ചതാണെന്നുള്ള. നിങ്ങളൊരു കാര്യം, ഞാൻ പല വാർത്താ മാധ്യമങ്ങളും കണ്ടു, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നു, ഭയങ്കര തർക്കമാണ്, ഭയങ്കര പ്രശ്നമാണ് എന്നെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, 5 സീറ്റ് ഒഴിച്ചിട്ട് അത് വേറെ ചില കാര്യങ്ങൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടില്ല. ബാക്കി 87 സീറ്റും തീരുമാനമായി. അല്ല, 95 മുതലുള്ളത്. അതിൽ ഈ 5 സീറ്റ് ഒഴിച്ചാൽ 90 സീറ്റും തീരുമാനമായി. എന്ത് ചെയ്യണമെന്ന് 90 സീറ്റിലും തീരുമാനമായി. എത്ര ദിവസം എടുത്ത്? 2 ദിവസം എടുത്ത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, ആദ്യത്തെ 24 മണിക്കൂർ നടന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് നടക്കാതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാൻ ഇവിടെ എത്താൻ പറ്റിയില്ല, അല്ലേ? ഒരു ദിവസം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തു. അദ്ദേഹത്തിന് സുഖമില്ലാതായതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഡയാലിസിസ് ആയിരുന്നു, അദ്ദേഹത്തിന് ഇവിടെ എത്താൻ പറ്റിയില്ല. അപ്പോൾ മിനിങ്ങാന്ന് നടത്തേണ്ട കാര്യം ഇന്നലെ നടന്നു. ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ പറഞ്ഞു, ഇത് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനകം 50 സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. ആദ്യത്തെ ദിവസം നടക്കാത്തത് ഞങ്ങൾ തമ്മിലുള്ള തർക്കം കാരണമല്ലല്ലോ, സ്ക്രീനിങ് കമ്മിറ്റി കൂടാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം എത്തിയതുകൊണ്ടാണ്. അപ്പോൾ ഈ മിനിങ്ങാന്ന് വൈകുന്നേരം നടക്കേണ്ട കാര്യം ഇന്നലെ വൈകുന്നേരം നടന്നു. ഇന്നലെ വൈകുന്നേരം നടക്കേണ്ട കാര്യം ഇന്ന് തീർത്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് കോൺഗ്രസിൻ്റെ 95 സ്ഥാനാർത്ഥികളെയും തീരുമാനിച്ചിട്ടുണ്ട്. 95 സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം, കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഇത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി നിർണയം നടന്നിട്ടുണ്ടോ? നിങ്ങളതൊക്കെ ഒന്ന് പറയണം. കാരണം വാർത്തകൾ തന്നെ വേറെയാണ്, ഭയങ്കരമായിട്ട് വൈകുന്നു, മറ്റതാണ് മറിച്ചതാണെന്നുള്ള. പിന്നെ ചില കാര്യങ്ങൾ ഞങ്ങൾ വൈകിച്ചാണ്. കാരണം CPM-ൽ നിന്നുള്ള ചില റിപ്പോർട്ടുകളും ചില കാര്യങ്ങളും വന്നിട്ട് ഞങ്ങൾ ആദ്യത്തെ ദിവസം അനൗൺസ് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ തളിപ്പറമ്പിലൊക്കെ എന്ത് ചെയ്തേനെ? ഞങ്ങൾ ഒരു ദിവസം വൈകിയപ്പോഴാണ് തളിപ്പറമ്പിലൊക്കെ ഈ ഡെവലപ്മെൻറ്റ് ഉണ്ടായത്. ഞങ്ങൾ അതിനും കൂടി വേണ്ടി കാത്തിരുന്നു. അപ്പോൾ കോൺഗ്രസ് ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും ചുരുങ്ങിയ സമയത്ത്, പിന്നെ ഇന്ന് ഇത്രയും വൈകിയത് എന്താ? അവിടെ ആസാമിലെ CEC നടക്കുകയാണ്, തമിഴ്നാട്ടിൽ നടക്കുകയാണ്, പോണ്ടിച്ചേരിയിൽ നടക്കുകയാണ്. ഞങ്ങൾ അവിടെ ചെന്ന് കേരളത്തിൻ്റെ ചർച്ചയല്ലേ നടക്കണം. കേരളത്തിൻ്റെ ചർച്ച ആകെ നടന്നത് 2.5 3.25 മണിക്കൂറാണ് നടന്നത്. ആദ്യം ഒരു 3/4 മണിക്കൂർ ഇരുന്നു, പിന്നീട് അവർ ആസാമിൻ്റെ ഇതിന് പോയി, പിന്നീട് രാത്രി 11 മണി കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2.5 മണിക്കൂർ കൂടി ഇരുന്നു. ആകെ 3.25 മണിക്കൂറാണ് ചർച്ച നടന്നത്. കാരണം കോൺഗ്രസ് പ്രസിഡന്റിനും രാഹുൽ ഗാന്ധിക്കും അവർക്ക് ഈ പറഞ്ഞ ആസാമിൻ്റെ മറ്റ് ചർച്ചകളിൽ പോകണ്ടേ. നിങ്ങളെല്ലാവരും എഴുതി കുറേ മണിക്കൂറുകളായി അവരവിടെ ഇരിക്കുന്നു, ഞങ്ങൾ ആകെ ഇത്ര സമയം എടുത്തുള്ളൂ. 3.25 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ 36 സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്ത കൂടാതെയുള്ള 36 സ്ഥാനാർത്ഥികളെയും തീരുമാനിച്ചു. വളരെ വിശദമായി ചർച്ച ചെയ്ത് ഓരോ സ്ഥാനാർത്ഥിയുടെയും സാധ്യതകളും മറ്റതെല്ലാം ചർച്ച ചെയ്ത്
ഞങ്ങൾ തീരുമാനം എടുത്തു. എന്താ പറയുക, പ്രതിപക്ഷ നേതാവ് തന്നെയാണ് 24 മണിക്കൂർ ഒരു കണക്ക് പറഞ്ഞത്. അതാണ് ഈ ഇയാൾ പല പ്രാവശ്യമായി ചോദിക്കുന്നു. മലയാളത്തിലല്ലേ ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ആദ്യത്തെ 24 മണിക്കൂർ എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാതെ പോയെന്ന് പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞിട്ടും മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യമാണ് ചേട്ടൻ ചോദിക്കുന്നത്. വേറെ ഉദ്ദേശത്തിലാണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് സ്ക്രീനിങ് കമ്മിറ്റിയുടെ ചെയർമാൻ, നിങ്ങൾക്ക് എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാം, സ്ക്രീനിങ് കമ്മിറ്റിയുടെ ചെയർമാൻ ഇവിടെ എത്താൻ പറ്റില്ല. അല്ലെന്നേ, ഞങ്ങൾ യോഗം ചേർന്ന് കഴിഞ്ഞിട്ട് പ്രസിഡന്റ് വീട്ടിലേക്ക് പോയി. അപ്പോൾ വേറെ യോഗത്തിനാണ് ഞങ്ങൾ അവിടെ നിന്ന് അദ്ദേഹം പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം വീട്ടിലേക്ക് പോയി. പിന്നെ അദ്ദേഹം വീണ്ടും AICC വരുന്നത് എന്തിനാ? അപ്പോൾ രാഹുൽജിയും പറഞ്ഞു അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങോട്ട് പോയതാ. AICC വീട്ടിലേക്ക് പോയ അദ്ദേഹം വീണ്ടും അരമണിക്കൂർ ഓളം യാത്ര ചെയ്തിട്ട് വീണ്ടും AICC വരണ്ടല്ലോ. കോൺഗ്രസ് പ്രസിഡന്റ് അല്ലേ, ഞങ്ങൾ അങ്ങോട്ടല്ലേ ചെയ്യേണ്ടത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് ചർച്ച ചെയ്ത് അത്രയേ ഉള്ളൂ. അപ്പോഴേക്കും അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോയത്. അതൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ ഒരു പാർട്ടിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ. ഞങ്ങൾക്ക് 24 അക്ബർ റോഡിൽ ഓഫീസുണ്ട്, ഇന്ദിരാഭവനിൽ ഓഫീസുണ്ട്, രാഹുൽ ഗാന്ധി വീട്ടിൽ പോവാം, 10 അദ്ദേഹത്തിന് ഓഫീസുണ്ട്, കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ വീട്ടിൽ പോവാം. ഇതൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവില്ലേ? അതൊക്കെ നിങ്ങളിങ്ങനെ ഭയങ്കര സംശയത്തിൽ വാർത്തയുടെ അല്ലല്ല, ഞങ്ങളായിട്ട് ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ. എല്ലാ തീരുമാനവും ഞങ്ങളായിട്ട് ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ. ഞങ്ങളായിട്ട് ആലോചിക്കാതെ അവർ ഏകപക്ഷീയമായിട്ട് ഒരു തീരുമാനം എടുക്കില്ല. ഞങ്ങളുമായിട്ട് സംസാരിക്കും. അത് അങ്ങനെ മാറ്റിവെച്ചതല്ല, തർക്കത്തിൽ മാറ്റിവെച്ചതല്ല. അത് വേറെ ചില കാര്യങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചില കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ദിവസം ഡൽഹി ചെലവഴിച്ചെന്ന് നിങ്ങൾ അവിടുത്തെ ഓഫീസിലെ ചേട്ടന്മാരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കി, സീനിയേഴ്സിനോട്. പണ്ട് എത്ര ദിവസം ഇവിടെ ചെലവഴിക്കാറുണ്ടെന്ന് ചോദിച്ചു. അല്ലല്ല, പണ്ട് ഇവിടെ എത്ര ദിവസം ചെലവഴിക്കാറുണ്ടെന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കും. ഇവിടെ ആയിരക്കണക്കിന് ആളുകളും 2 ആഴ്ച 3 ആഴ്ച. ഒരു പ്രശ്നം എന്താ പറയുക, പ്രതിപക്ഷ നേതാവ് തന്നെയാണ് 24 മണിക്കൂർ ഒരു കണക്ക് പറഞ്ഞത്. അതാണ് ഈ ഇയാൾ പല പ്രാവശ്യമായി ചോദിക്കുന്നു. മലയാളത്തിലല്ലേ ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ആദ്യത്തെ 24 മണിക്കൂർ എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാതെ പോയെന്ന് പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞിട്ടും മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യമാണ് ചേട്ടൻ ചോദിക്കുന്നത്. വേറെ ഉദ്ദേശത്തിലാണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് സ്ക്രീനിങ് കമ്മിറ്റിയുടെ ചെയർമാൻ, നിങ്ങൾക്ക് എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാം, സ്ക്രീനിങ് കമ്മിറ്റിയുടെ ചെയർമാൻ ഇവിടെ എത്താൻ പറ്റില്ല. അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് നിങ്ങളിത് കാണാതെ നടിച്ചിട്ട് അദ്ദേഹം ഒരാൾക്ക് സുഖമില്ലാതായാലും അദ്ദേഹം ഡയാലിസിസ് ചെയ്തിട്ട് അദ്ദേഹം ഇവിടെ എത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാം, താങ്കൾക്കും അറിയാം. എന്നിട്ടും ആ 24 മണിക്കൂറിന് ചോദ്യം ചോദിക്കുന്നതിൽ ഒരു ദുഷ്ടലാക്കുന്നുണ്ട്. അത് തെറ്റാണ്. 5ാമത്തെ പ്രാവശ്യം ഇയാൾ എന്നോട് ചോദിക്കും. മലയാളത്തിൽ പറഞ്ഞ അദ്ദേഹം ഒരാൾക്ക് സുഖമില്ലാതായാലോ ഞാനിപ്പോൾ വീട്ടിലേക്ക് എത്താം എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് എന്തെങ്കിലും തലയുറ്റി താൻ വീണ് കഴിഞ്ഞാൽ താൻ വീട്ടിലെത്തുക സമയത്ത് അല്ല, അത്രയും അല്ലല്ല, അതെല്ലാവർക്കും അറിയാം. ഒരു ചർച്ചയല്ല, എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാമായിരുന്നു എന്തുകൊണ്ടാണ് ആദ്യത്തെ 24 മണിക്കൂർ നടന്നില്ലെന്ന്. അത് അറിഞ്ഞിട്ടും ഇയാളെ പോലത്തെ ആളുകൾ ഈ റിപ്പോർട്ടർ TVക്കൊക്കെ വേണ്ടിയിട്ട് ഇതുപോലത്തെ പ്രചരണം നടത്തിയിരുന്നത് അത് മനഃപൂർവ്വമായിട്ട് ഞങ്ങളെ ഈ സർക്കാരിന്റെ സൂചിപ്പിക്കാനും കോൺഗ്രസിൽ കുഴപ്പമാണെന്ന് അറിയിക്കാനും വേണ്ടിയുള്ള മനഃപൂർവ്വമായിട്ടുള്ള പ്രവർത്തനം. എന്തായാലും കെ സുധാകരൻ ഒരു പ്രശ്നവും പാർട്ടിക്ക് ഉണ്ടാക്കില്ല എന്ന് ഉറച്ച ബോധ്യവും വിശ്വാസവും. അദ്ദേഹം കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവാണ്, ഞങ്ങളുടെയൊക്കെ നേതാവാണ്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. പിന്നെ നിങ്ങൾ ഞാൻ ചെന്നിട്ട് വേണ്ടേ നമ്മളിതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്? നമ്മളവിടെ ചെല്ലണ്ടേ? നാളെ പറവൂരിലേക്ക് പോകും. അല്ല, കൊച്ചിക്ക് പോയിട്ട് പറവൂർ പോയി ആളുകളൊക്കെ കാണണ്ടേ. എന്നിട്ട് അത് ചെന്നിട്ട് നോക്കണം. അവർ എല്ലാം പ്രവർത്തകർ തീരുമാനിച്ചു വെച്ച് കാണും ഡേറ്റും കാര്യങ്ങളൊക്കെ. ഇന്ന്